PV അൻവറിൻ്റെ സീറ്റ് ഉൾപ്പെടെ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തെ പല സീറ്റുകളും പെയ്ഡ് സീറ്റാണെന്ന് വലിയ ആക്ഷേപം വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് സീറ്റ് മേടിക്കുന്നതിനാണ്, ഏത് പാർട്ടിയിലായാലും അങ്ങോട്ട് സ്ഥാനാർത്ഥി കൊണ്ടുപോയി പൈസ കൊടുത്ത് വാങ്ങുന്നതിനാണ് പെയ്ഡ് സീറ്റ് എന്ന് പറയുന്നത്. CC മുകുന്ദനും അങ്ങനെ ഒരു അടി തൃശ്ശൂരിൽ അടിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ NMR റസാഖ് എന്ന് പറയുന്ന വലിയൊരു ഹോട്ടൽ വ്യവസായി, കുറച്ച് വലിയ പ്രായമുള്ള ആളുമല്ല, NMR റസാഖ് എന്ന് പറയുന്ന വലിയൊരു ഹോട്ടൽ വ്യവസായി പാലക്കാട് സീറ്റിൽ ശോഭാ സുരേന്ദ്രനും രമേഷ് പിഷാരടിക്കുമെതിരെ മത്സരിക്കാൻ പെയ്ഡ് സീറ്റ് കാറ്റഗറിയിൽ വരുന്നു എന്നാണ് അറിയുന്നത്. നേരത്തെ ഇവിടെ തിരുവനന്തപുരത്ത് CPIയുടെ ഒരു ആൾ മത്സരിച്ചെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്, അതും ഒരു CSEയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി മത്സരിച്ചെന്നു, അതും ആ കാലത്ത് കേട്ടതൊരു പെയ്ഡ് സീറ്റാണെന്നാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് പൈസ കൊടുത്ത്, പൊളിറ്റിക്കൽ പാർട്ടികൾക്കും മുന്നണികൾക്കും പൈസ കൊടുത്ത് സീറ്റ് വാങ്ങുന്നതിനാണ് പെയ്ഡ് സീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു NMR റസാഖ് എന്ന് പറയുന്ന ഒരു വ്യവസായി, ഹോട്ടൽ വ്യവസായി പാലക്കാട് നിൽക്കുകയാണ്. പാലക്കാട് CPMന് എന്ത് സംഭവിച്ചു? പാലക്കാട് AK ബാലൻ്റെ നാടാണ്. മലമ്പുഴയിൽ ശക്തമായ CPMന് അടിവേരുകളുള്ള നാടാണ്. അവിടെ VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റുപോയപ്പോൾ, തോറ്റെന്ന് പറയാൻ പറ്റില്ല, തോൽപ്പിച്ചപ്പോൾ പാർട്ടിക്കാർ, പഴനി അടക്കമുള്ള പാർട്ടിക്കാർ VS അച്യുതാനന്ദനെ പിണറായി വിജയൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പർപ്പസായി തോൽപ്പിച്ചപ്പോൾ, PA ഫ്രാൻസിസ് മാരാരിക്കുളത്ത് ജയിച്ചപ്പോൾ പിന്നെ മാരാരിക്കുളത്ത് നിൽക്കാൻ പുന്നപ്ര വയലാറിൻ്റെ സമരനായകനെന്ന് അവകാശപ്പെട്ട, അല്ലെങ്കിൽ സമരനായകനായിരുന്ന VSന് ഭയമായിരുന്നു ആലപ്പുഴയുടെ മണ്ണിൽ നിൽക്കാൻ. നേരെ മലമ്പുഴയ്ക്ക് പോയി. മലമ്പുഴയിൽ പലവട്ടം വിജയിച്ചു. മലമ്പുഴ ഒരു ചുവന്ന മണ്ണാണ്, പക്ഷേ തൊട്ടിപ്പുറത്തെ പാലക്കാട് ചുവന്ന മണ്ണായിരുന്നു. AK ബാലൻ്റെയും കൃഷ്ണദാസിൻ്റെയും ഒക്കെ നാടായിരുന്നു. അവിടെ വലിയ ഒരു പ്രദേശമായിരുന്നു പാലക്കാട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരുകളുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ആ വേരുകൾ, നല്ലൊരു ശതമാനം വേരുകളും BJP കൊണ്ടുപോയി. പ്രത്യേകിച്ച് നഗരസഭ BJP കൊണ്ടുപോയി. പാലക്കാട് നഗരസഭ കഴിഞ്ഞ 2 പ്രാവശ്യമായി BJPയുടെ കയ്യിലാണ്. പ്രാവശ്യം ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും BJPയാണ് കൊണ്ടുപോയിരിക്കുന്നത്. നെന്മാറ, ഒറ്റപ്പാലം, പാലക്കാട്, മലമ്പുഴ പ്രദേശങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരുകളുണ്ടായിരുന്ന നാടാണ്. ഒരുപക്ഷെ കണ്ണൂർ കഴിഞ്ഞാൽ വലിയ വേരുകളുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നൊന്നായി ഇല്ലാതായി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും തമ്മിലടി രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഭാഗമായി സ്വതന്ത്രന്മാരെ നിർത്തുന്ന ഒരു സ്ഥലമായി മാറി. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ഷെരിൻ എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളിനെ നിർത്തി 8 നിലയിൽ പൊട്ടി രാഹുൽ മാങ്കുട്ടത്തിനോടൊപ്പം. അതിനു മുമ്പേ അവിടെ MLA ആയിരുന്നത് ഷാഫി പറമ്പിലാണ്. ശ്രീധരൻ ഉൾപ്പെടെ മത്സരിച്ചിട്ടും ഷാഫി പറമ്പിലാണ് അവിടെ ജയിച്ചത്. അതിനു മുമ്പേ കൃഷ്ണകുമാർ മത്സരിച്ച് BJP, അപ്പോഴൊക്കെ ഷാഫി പറമ്പിലാണ് അവിടുത്തെ സ്ഥിരം MLA. അപ്പോൾ വളരെ കൃത്യമായി പാലക്കാടിൻ്റെ രാഷ്ട്രീയം പറയുന്നത്, കഴിഞ്ഞ എത്രയോ കാലമായി അവിടുത്തെ മണ്ണ്, ചുവന്ന മണ്ണ്, ചുവപ്പ് പോയി മറ്റ് പാർട്ടികളിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും വേരുകൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നു. ആ വേരുകൾ ഇല്ലാതാവുന്നിടത്ത് വലിയ വളർച്ചയാണ് BJPക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ NMR റസാഖ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും രമേഷ് പിഷാരടി കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്ന് രമേഷ് പിഷാരടി പാലക്കാട് എത്തുമ്പോൾ കേവലം ധർമ്മജൻ ബോൾഗാട്ടി മത്സരിച്ചതുപോലെ, കൊയിലാണ്ടിയിൽ കഴിഞ്ഞ പ്രാവശ്യം സച്ചിൻ ദേവിനോടൊപ്പം ധർമ്മജൻ ബോൾഗാട്ടി മത്സരിച്ചതുപോലെ അതൊരു കോമഡിയായി മാറുമോ? കാരണം രമേഷ് പിഷാരടി ഒരു സീരിയസ് നടനല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതൊരു കോമഡി പരിപാടിയായി മാറിപ്പോകുമോ? അങ്ങനെയാണെങ്കിൽ NMR റസാഖും ഇപ്പുറത്ത് പിഷാരടിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തിയെടുക്കുമ്പോൾ അതിൽ ശോഭാ സുരേന്ദ്രന് വലിയ സാധ്യതയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു റൗണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, പ്രഖ്യാപിക്കും. രമേഷ് പിഷാരടി തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹം പല റൗണ്ടോടെ പോവുകയും സിനിമാ താരങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ആൾറെഡി സോഷ്യൽ മീഡിയയിൽ രമേഷ് പിഷാരടിക്ക് വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് താരങ്ങൾ അവിടെ പോയി, ഇപ്പോൾ ജഗദീഷിനെ പോലെയുള്ള, ധർമ്മജൻ ബോൾഗാട്ടിയെ പോലുള്ള ഒരുപാട് താരങ്ങൾ അവിടെ പോയി പ്രചരണം നടത്താനും സാധ്യതയുണ്ട്. അപ്പോൾ പാലക്കാട് ഒരു താരപ്രഭയുള്ള ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞു. പക്ഷേ അവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ NMR റസാഖ് കൂടി മത്സരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ആർക്ക് പോകും എന്നുള്ളതിനനുസരിച്ചായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി, അവിടുത്തെ വിജയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ
നില കുറച്ചുകൂടി ഭദ്രമാവുകയാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പാലക്കാടൻ ചോദ്യമായി നിൽക്കുകയാണ്. ഈ ചൂട് കാലത്ത് പാലക്കാടിനൊരു പ്രത്യേക ചൂട് തന്നെയുണ്ട്. ആ ചൂട് സമയത്ത് പാലക്കാടൻ ചുരത്തിൻ്റെ താഴെയുള്ള ചുരത്തിനടുത്തുള്ള പാലക്കാട് ജില്ലയിലെ പാലക്കാട് കോട്ടയുള്ള പാലക്കാട് മൈതാനമുള്ള വളരെ പ്രമുഖമായിട്ടുള്ള പാരമ്പര്യമുള്ള കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന വലിയ നിളയുടെ ഭാരതപ്പുഴയുടെ തീരമുള്ള പാലക്കാട് ജില്ല ഇപ്രാവശ്യം ചുവക്കുമോ അതോ കാവി അണിയുമോ എന്നുള്ളതാണ് കൃത്യമായ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. നമുക്കിത് പറയാൻ കഴിയില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ മുഖമാണ്. വനിതയെന്ന കണക്കെടുത്താലും പുരുഷന്മാരുടെ കണക്കെടുത്താലും എങ്ങനെയായാലും BJPക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒന്നാം നിര സ്ഥാനാർത്ഥി തന്നെയാണ്. പ്രമുഖയായ സ്ഥാനാർത്ഥിയാണ്. എവിടെ കൊണ്ടിട്ടാലും വിതയ്ക്കുന്ന പൊടിക്കുന്ന വിത്തെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കുറച്ച് വളവും കിട്ടുമെങ്കിൽ എവിടെയും വളർന്ന് പന്തലിക്കാൻ കഴിവുള്ള വലിയ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അവരവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? ഈ NMR റസാഖാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ടുള്ള, ഇപ്പോൾ കോളേജ് അധ്യാപകരെയൊക്കെ നിർത്തി പ്രൊഫസർ രവീന്ദ്രനാഥിനെയൊക്കെ പരീക്ഷിച്ചതുപോലെ, KT ജലീലിനെ പരീക്ഷിച്ചതുപോലെ, SDP-യിലും PFIയിലൊക്കെ ഉണ്ടായിരുന്ന KT ജലീൽ പിന്നെ CPM-ൻ്റെ സഹയാത്രികനായി മാറി. അതുപോലെ എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തുന്നതായിരുന്നില്ലേ നല്ലത്? അതോ ഈ ഒരു പെയ്ഡ് സ്ഥാനാർത്ഥി എന്നുള്ള കൺസെപ്റ്റിൽ വരുന്ന NMR റസാഖിനെയാണോ മത്സരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ മത്സരിപ്പിക്കുന്നത് നല്ലതെന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മത്സരം പാലക്കാട് നടക്കുന്നു. ആ മത്സരത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഗ്രാഫ് ഒരു വട്ടം കൂടി ഉയരാനുള്ള എല്ലാ സാധ്യതയുമേ കാണുന്നത്. പക്ഷേ അവിടെ മറ്റൊരു വലിയ സാധ്യതയുള്ളത് രമേഷ് പിഷാരടിയുടെ സെലിബ്രിറ്റി മോഡും അദ്ദേഹം ഇറക്കുന്ന സെലിബ്രിറ്റികളും സിനിമാ നടന്മാരും സീരിയൽ നടന്മാരും അങ്ങനെ നടികളും അങ്ങനെയുള്ള ആളുകളും ഇപ്പുറത്ത് NMR റസാഖ് ഇറക്കുന്ന പണവും, വലിയ പണം ഇറക്കാൻ കഴിവുള്ള ആളാണ്, വലിയ വ്യവസായിയാണ്, പണവും ശോഭാ സുരേന്ദ്രൻ്റെ സംഘടനാ പാഠവും കൂടി ആകുമ്പോൾ തീ പാറുന്ന മത്സരമായിരിക്കും പാലക്കാട് നടക്കുക. ആ തീയിൽ ആരാണ് ഉരുകിയില്ലാതാകുന്നത്, ആരാണ് ആ തീയിൽ ആ അഗ്നിയിൽ നിന്ന് ഉയർന്നു വരുന്നതെന്ന് നമുക്ക് മെയ് വരെ കാത്തിരിക്കേണ്ടി വരും.